അന്നും ജെയിംസ് ജോലി കഴിഞ്ഞ് നേരത്തെ വന്നപ്പോൾ മുക്കിനുള്ള കടയിൽ ചായ കുടിക്കാൻ കയറി. അപ്പോഴേ ജെയിംസിനെ കണ്ടപ്പോൾ ചിലരൊക്കെ അടക്കി പിടിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അയാളത് ശ്രദ്ധിച്ചു. തൻ്റെ വീടിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി തൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. ജെയിംസ് ഒന്നും മിണ്ടിയില്ല, വീട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് തൻ്റെ ഉറ്റ സുഹൃത്തും ചങ്ങാതിയുമായ ബാബുവിനെ കാണുന്നത്. അപ്പം ബാബുവിനോട് പറഞ്ഞു, എടാ മുക്കിനൊക്കെയും എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. എന്താ അവരൊക്കെ എന്നെ കാണുമ്പോൾ ഒരു മാതിരി കളിയാക്കുന്നതിനുള്ള ചിരികളും എന്നെക്കുറിച്ച് എന്തോ ഒരു വിശിഷ്ട ആളെ കാണുന്ന മാതിരിയുള്ള നോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഞാനും ഇത് കേട്ടു. നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിൻ്റെ ഭാര്യയെ കാണുവാൻ ആരോ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ടെന്ന് ഈ നാട്ടിൽ കുറച്ച് നാളായിട്ട് സംസാരമുണ്ട്. ഞാൻ നിന്നോട് പറയാതിരിക്കുകയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമമായി തീർന്നാലോ എന്ന് കരുതിയാണ് ഞാൻ അതേക്കുറിച്ച് നിന്നോട് മിണ്ടാതിരുന്നത്. അത് കേട്ടപ്പോൾ ജെയിംസിന് വല്ലാത്ത പ്രയാസമുണ്ടായി. അയാൾ നേരെ വീട്ടിലേക്ക് നടന്നു. ഭാര്യയോടെ ഒന്നും ചോദിച്ചില്ല. അതിനൊരു കാരണം, അയാൾ ഭാര്യയെ അതിന് മാത്രം സ്നേഹിക്കുന്നുണ്ട്. ജീവനായിട്ടാണ് ഭാര്യയെയും മകളെയും സ്നേഹിക്കുന്നത്. ജെയിംസിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ. മകൾക്കിപ്പോൾ 8 വയസ്സായി. ജെയിംസ് അടുത്തുള്ള ഒരു ആശുപത്രിയിലെ ആംബുലൻസ് ഓടിക്കുകയാണ്. മിക്കവാറും രാത്രികാലങ്ങളിൽ ഓട്ടമുണ്ട്. അപ്പോൾ ഈ രാത്രികാലങ്ങളിൽ ജെയിംസ് ഓട്ടത്തിന് പോകുമ്പോൾ വീട്ടിൽ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ. ഭാര്യ ഒരു കാരണവശാലും ജെയിംസിന് സംശയമില്ല. വീട്ടിൽ ചെന്ന ജെയിംസ് ഇതേക്കുറിച്ച് ഭാര്യയോടൊന്നും ചോദിച്ചില്ല. വളരെ മൗനമായിട്ട് വീട്ടിൽ ഇരുന്നപ്പോൾ ഭാര്യ വന്ന് ചോദിച്ചു, എന്താ പറ്റി ഇന്നെന്താ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ, പിണങ്ങിയാണോ വരുന്നത്? മറ്റേ അങ്ങനെയല്ല, വന്നാലുടനെ മകളെ വിളിക്കുകയോ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഇന്നെന്തോ പറ്റി? അയാളൊന്നും മിണ്ടിയില്ല. കുറച്ച് നേരം വീട്ടിലിരുന്നിട്ട് അയാൾ വെളിയിലിറങ്ങിപ്പോയി. വീണ്ടും കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. അപ്പം കൂട്ടുകാരനോട് പറഞ്ഞു, നാട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും, അല്ലാതെ നാട്ടുകാർ ചുമ്മാതെ പറയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കണം. അതിന് നീയും എന്നോട് സഹകരിക്കണം. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, നിനക്കെന്തൊരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുകയില്ലയോ? എന്തൊരാവശ്യമുള്ള സമയത്ത് ഞാൻ നിന്നോട് കൊണ്ടല്ലോ. അതുകൊണ്ട് ആ രഹസ്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാനും പരിശ്രമിക്കാം. അതിനൊരു ദിവസം നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് രാവിലെ എഴുന്നേറ്റു. ജെയിംസ് തൻ്റെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു. കാപ്പി കുടിച്ച് വളരെ സ്നേഹമായിട്ട് ഭാര്യയോട് പെരുമാറി. എന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് ഒരോട്ടം പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞേ മടങ്ങി വരുള്ളൂ. കോയമ്പത്തൂരാണ് പോകുന്നത്. ചിലപ്പം 2-3 ദിവസം കഴിഞ്ഞ് വരും. നിനക്ക് തന്നെ കഴിയാൻ പേടിയില്ലല്ലോ. അപ്പം ഭാര്യ വളരെ സന്തോഷത്തോടെ പറയുന്ന പോലെ ജെയിംസിന് തോന്നി. അയ്യോ, അതിനെന്താ ചേട്ടന്, ഞാനെന്തിനാ പേടിക്കുന്നത്? ചേട്ടൻ എവിടെ പോയാലും ചേട്ടൻ എന്നോട് കൂടി ഉണ്ടല്ലോ. ഇങ്ങനെയുള്ളതായ ആ ജെയിംസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ ജെയിംസിന് മനസ്സിലായി എന്തോ പന്തികളുണ്ടെന്ന്. ഉച്ചയായപ്പോൾ ജെയിംസ് അവിടുന്ന് കോയമ്പത്തൂർ ആണെന്നും പറഞ്ഞ് പോയി. കൂട്ടുകാരനോട് ചെന്ന് കണ്ടു പറഞ്ഞു. അപ്പം കൂട്ടുകാരനും ജെയിംസും കൂടെ നേരത്തെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു, ഇതിന് നമുക്കെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, ഈ രഹസ്യം കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഭാര്യയോട് പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞേ ഞാൻ മടങ്ങി വരുള്ളൂ എന്ന്. കൂട്ടുകാരനോട് പറഞ്ഞു. സന്ധ്യ വരെ കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്നു. രാത്രിയിൽ ഏതാണ്ട് 10 മണിയായപ്പോൾ ജെയിംസും കൂട്ടുകാരനും കൂടെ ജെയിംസിൻ്റെ വീട്ടിലേക്ക് വന്നു. കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഭാര്യയും ഭർത്തോടെ ചേരണം, ഞാൻ മുന്നോട്ട് ചെന്ന് വിളിക്കും. എന്താണെന്ന് നമുക്കറിയണമല്ലോ. രണ്ടുപേരും ഒച്ചയുണ്ടാക്കാതെ വീട്ടിൽ ചെന്നു. കൂട്ടുകാരൻ വീടിൻ്റെ പരിയമ്പറത്ത് ചെന്നു. ജെയിംസ് വീടിൻ്റെ മുൻവശത്ത് ചെന്നിട്ട് കതകിന് കൊട്ടി വിളിക്കുവാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെന്തോ അടക്കിപ്പിടിച്ച സംസാരം കേട്ടു.
വീട്ടിലാരോ ഉണ്ട്. തൻ്റെ ഭാര്യയും മകളും കൂടാതെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ജെയിംസ് കതകിന് മുട്ടി. അല്പം കഴിഞ്ഞപ്പോൾ വന്ന് കതക് തുറന്നു. എന്നാൽ ഈ കതക് തുറന്ന സമയം അകത്തുണ്ട ആൾ പുറകിൻ്റെ വാതിൽ കൂടെ വെളിയിലേക്ക് ഓടുവാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്ന കൂട്ടുകാരൻ ഇയാളെ ഉടുപ്പടക്കം കയറി പിടിച്ചു. ഇവിടെ ഒച്ചപ്പാടായി ബഹളമായി. ജെയിംസും ഓടിച്ചെന്നു രണ്ടുപേരും കൂടെ പിടിച്ച് ഈ മനുഷ്യനെ അവിടെ ഒരു മരത്തിൽ കെട്ടി. ഉള്ളിൽ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി. നാട്ടുകാരൊക്കെ രാത്രിയിൽ ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കൂടി. ഇവിടെ വന്ന ആളും ജെയിംസിൻ്റെ ഭാര്യയും പരിചയക്കാരാണ്. അവർ പഠിക്കുന്ന നാൾ മുതലേ അവരിഷ്ടമായിരുന്നു. എന്നാൽ വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്തുവാൻ സമ്മതിച്ചില്ല. കാരണം അയാളെ ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അവർ തീരുമാനിച്ചു, നീ വിവാഹത്തിന് സമ്മതിയിൽ, നിൻ്റെ വിവാഹം കഴിഞ്ഞാലും ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജെയിംസ് ഇല്ലാത്ത സമയങ്ങളൊക്കെയും ഈ ജെയിംസിൻ്റെ ഭാര്യ അയാളെ വിളിച്ച് വിവരം പറയും. അങ്ങനെ രാത്രി അയാൾ വീട്ടിൽ വരുമായിരുന്നു.